എല്ലാവർക്കും നമസ്കാരം. ചക്കീസ് ടൈലറിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു പീറ്റർ പാൻ കോളറിൽ ഫ്രോക്ക് നൈറ്റ് തയ്ച്ചായിരുന്നു. അതിൻ്റെ കൂടെയുള്ള 2 നൈറ്റ് പീസുകളാണിതും. അപ്പോൾ ഇത് ഞാൻ ഫ്രോക്ക് നൈറ്റിക്ക് വെട്ടി വെച്ചേക്കാണ്. ഇതെങ്ങനെയാണ് ഇതിൻ്റെ കഴുത്തിൻ്റെ ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. ഇത് കണ്ടോ, ഒന്നിന് ഞാനിത് ഇതേപോലെ റൗണ്ടാണ് കൊടുക്കുന്നത്. നമുക്കിപ്പോൾ ഇവിടെ വേണ്ടത് 3.5 ഇഞ്ച് കഴുത്ത് അകലമാണ്. 3.5 ഇഞ്ച് കഴുത്ത് അകലവും 6 ഇഞ്ച് നെക്കിൻ്റെ ഇറക്കവുമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ എക്സ്ട്രാ ഞാൻ 2 ഇഞ്ചും കൂടി കൂടുതൽ ഇടുന്നുണ്ട്. ഇതിൻ്റെ ചുറ്റിനും 2 ഇഞ്ചും കൂടി എക്സ്ട്രാ ഞാൻ ഇട്ടിട്ടുണ്ട്. നമ്മൾ സാധാരണ ചുരിദാറിനും ബ്ലൗസിനൊക്കെ എക്സ്ട്രാ 1 ഇഞ്ച് അല്ലെങ്കിൽ 3/4 ഇഞ്ചൊക്കെയാണ് നമ്മൾ ഇടാറുള്ളൂ. ഇത് 2 ഇഞ്ച് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു നേവി ബ്ലൂ ആണ്, നേവി ബ്ലൂ ബ്ലാക്ക് അല്ല അത്. അതിൻ്റെ ഞാനിത് മാതിരെ ഒരു ടെമ്പിൾ വർക്കിൽ എക്സ്ട്രാ 2 ഇഞ്ചും കൂടി ചേർത്തിട്ട് ക്യാൻവാസിൽ വരച്ചിട്ട് ഇത് നൈറ്റിയുടെ നല്ല മെറ്റീരിയലായിട്ട് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതും അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് രണ്ടും സ്ലീവിൻ്റെ ഭാഗമാണ്. ഇത് ഞാൻ മാറ്റി വയ്ക്കുകയാണ്. ഇതിൽ എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. ഇതിലല്ല, നേരത്തെ പണ്ടൊരു ദിവസം ഞാൻ ചെയ്തതിൽ എന്തോ ഡിസൈൻ ചെയ്യാനെടുത്ത് കോളറാന്ന് തോന്നുന്നുണ്ട്. ചെയ്യാനെടുത്തത് സ്ലീവ് വെട്ടിയിട്ട് എടുത്തു. പിന്നെ ഞാൻ സ്ലീവിന് അതിൻ്റെ മെറ്റീരിയലിൽ നിന്ന് ഭയങ്കര കഷ്ടപ്പെട്ട് ഭയങ്കര പീസൊക്കെ കൂട്ടി യോജിപ്പിച്ചാണ് സ്ലീവ് എടുത്തത്. അത് പിന്നെ എനിക്കായത് കാരണം കുഴപ്പമില്ലായിരുന്നു. അതിന് ശേഷം ഈ സ്ലീവൊക്കെ ഇങ്ങനെ വെട്ടി വയ്ക്കൂലേ, അതൊക്കെ ഞാൻ ഭയങ്കര കെയർഫുള്ളായിട്ട് മാറ്റി വെച്ചൊക്കെയാണ് ചെയ്യാറുള്ളത്. പിന്നെ ഈ പീസാണ് നമ്മൾ ഈ സൈഡ് ഷേപ്പ് വെട്ടിപ്പോകുമല്ലോ, അതിൽ നിന്ന് കിട്ടണേ 4 പീസാണിത്. ഇതിൽ 2 പീസ് ഞാൻ പോക്കറ്റ് വെക്കാനും ബാക്ക് നെക്കിനും ഉള്ളത് ആദ്യമേ തന്നെ ഇവിടെ മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ഉള്ളതാണ് ഈ 2 പീസ്. ഇതിൽ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് ഇറക്കമൊക്കെ നോക്കുക. അപ്പോൾ ഇത് ഇവിടെ കണ്ടോ, ഇവിടെ എത്തൂല. അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകൾ വേണം. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് തയ്യൽ തുമ്പിന് ആവശ്യമുള്ളത് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യും. അതിനുശേഷം ഇതിൻ്റെ ഈ വാലറ്റം ഉണ്ടല്ലോ, ഇത്രയും നമ്മൾ മുറിച്ച് മാറ്റും. ഇത് കണ്ടോ, ഇത് മാർക്ക് ചെയ്ത് വെച്ചിട്ട് ഈ വാലറ്റ് നമ്മൾ മുറിച്ച് മാറ്റും. അപ്പോൾ അതേ ഇങ്ങനെ 4 പീസാണ് വന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് എടുക്കേണ്ട, നമുക്ക് നല്ല മെറ്റീരിയലിൽ നിന്ന് എടുക്കേണ്ട പുറത്തൊരു പീസ് എടുത്താൽ മതിയെങ്കിൽ ഈ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. എന്നിട്ട് ഞാൻ ചെയ്യുന്നത് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ, എന്നാലാണിത് മനസ്സിലാവുള്ളൂ. ഇവിടെ വീതി കൂടുതലും ഇവിടെ വീതി കുറവുമാണ്. ഈ വീതി കുറഞ്ഞ ഭാഗത്തേക്ക് ഇതിൻ്റെ വീതി കൂടുതലുള്ള ഭാഗം ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കും. അങ്ങനെ ഇതിലും നമ്മൾ ചെയ്തെടുക്കണം. ഇങ്ങനെ കണ്ടോ, ഇവിടെയും ഇങ്ങനെ തന്നെ ചെയ്തെടുക്കണം. കണ്ടോ, ഇങ്ങനെ 2 പീസാക്കി. അപ്പം നമ്മൾ 4 എന്നുള്ളത് 2 ആക്കി. ഇനി ഇതിനെ ഒറ്റ പീസാക്കാൻ പോവുകയാണ്. ഇത് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, ഇതിപ്പോൾ ഒറ്റ പീസായിട്ട് കിട്ടിയില്ലേ. അപ്പോൾ നോക്കിയേ, ഇവിടെ വീതി കൂടുതലും ഇവിടെ വീതി കുറവുമാണ്. നമ്മളിനി നമ്മളുടെ ക്യാൻവാസ് എടുത്തിട്ട് ഇവിടെ വെച്ച് നോക്കുമ്പോൾ ഇതിനെല്ലാനും തയ്യൽ തുമ്പ് ഉണ്ടോ നോക്കുക. നേരെ തിരിച്ചാണ് വെക്കുന്നതെങ്കിൽ ഇവിടെ തയ്യൽ തുമ്പ് കുറവായിരിക്കും വരുന്നത്. കണ്ടോ, ഇവിടെ തയ്യൽ തുമ്പ് കുറവ്, ഇവിടെ കൂടുതലായിരിക്കും വരുന്നത്. അപ്പോൾ ഇങ്ങനെ വെക്കാം. തയ്യൽ തുമ്പ് എല്ലാ ഭാഗത്തും കിട്ടുന്നുണ്ടോ നോക്കുക. കിട്ടും എന്ന് ഉറപ്പാണെങ്കിൽ നമ്മളിത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്ത് ഇതുള്ളിലേക്ക് ഇങ്ങനെ മറിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇത് കണ്ടോ, നമ്മൾ ക്യാൻവാസിൽ നല്ല മെറ്റീരിയലായിട്ട് അറ്റാച്ച് ചെയ്തു. ഇനി നമ്മൾ മെറ്റീരിയലുമായിട്ട് ഇത് അറ്റാച്ച് ചെയ്യാൻ പോവുകയാണ്. സാധാരണ നമ്മൾ ചുരിദാറിലും ബ്ലൗസിലൊക്കെ ചെയ്യുന്നത്
നല്ല ഭാഗത്ത് വെച്ചിട്ട് തിരിച്ച് ഉള്ളിലേക്കുള്ള ഭാഗത്തേക്ക് ആക്കലാണ് പതിവ്. ഇതങ്ങനെയല്ല, നമ്മളിത് ഉൾഭാഗത്ത് വയ്ക്കാം. ഉൾഭാഗത്ത് ഈ രീതിക്ക് തന്നെ വയ്ക്കാം. വെച്ചിട്ട് നല്ല ഭാഗത്തേക്കും മറിച്ച് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് കണ്ടോ, ഞാനിത് കട്ട് ചെയ്തു മറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മീതെ കൂടി സ്റ്റിച്ചിട്ടെടുക്കാം. ഇതിലെ സൈഡിൽ കൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇത് നോക്കിയാൽ നമുക്ക് ഒരു ലേസ് വെച്ച് കൊടുക്കാം. ഇത് കുറച്ചേ ഉള്ളൂ, ഇച്ചിരി ഭംഗി ഉണ്ടായിരുന്നല്ലേ, ഇത്രയും കൂടി വലിയ ലേസായിരുന്നു, പക്ഷേ ഇത് കുറച്ചുള്ളൂ. ഇത് നമുക്ക് വേണ്ട. ഇത് വേണോ ഇത് വേണോ, ഇത് തികയോ നോക്കാം. അയ്യോ, ഇത് കൃത്യമായി നമുക്ക് ഇത് വെച്ച് കൊടുക്കാം. ഇത് നമുക്ക് അടുത്തതിന് വെച്ച് കൊടുക്കാം. ഇത് കണ്ടോ, നമ്മൾ വെച്ച് കഴിഞ്ഞപ്പോൾ ഇതെങ്ങനെ ഇരിക്കുന്നതെന്ന്. നമുക്കിതുപോലെ എന്ത് ഡിസൈൻ വേണേലും ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ തന്നെ കിട്ടിയില്ല എന്നും പറഞ്ഞുകൊണ്ടും വയ്ക്കാതിരിക്കുമൊന്നും വേണ്ട. നമുക്ക് വേറെ പുറത്തുനിന്ന് ഇതിന് ചേരുന്ന എന്ത് കളർ വേണമെങ്കിലും ഇതുപോലെ വെച്ചിട്ട് ഇതിനേലും വീതി കുറച്ചോ വീതി കൂട്ടിയോ നമുക്കിത് ചെയ്യാവുന്നതാണ്. നമുക്കിനി അടുത്തതിൻ്റെയും കൂടി ഒന്ന് നോക്കിയാലോ. ഇതെങ്ങനെയാണ് അടുത്ത ഫ്രോക്ക് നൈറ്റിയിൽ വെക്കുന്നതെന്ന് നോക്കിയാലോ. ഇത് ഞാനിതേ ക്യാൻവാസ് ഉള്ള പീസൊക്കെ വെച്ച് ഇവിടെ പതിച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ലേസും കൂടി വെക്കാം. ലേസും ഇത് കറക്റ്റ് ആണെന്നാണ് തോന്നുന്നത്. ഒരിച്ചിരിയും കൂടി ഉള്ളത് ഇത്രയും. അതിപ്പോൾ ഇവിടെ ഇങ്ങനെ മടക്കിയൊക്കെ വരുമ്പോഴത്തേക്കും അതുള്ളത് ഇതിൻ്റെ അകത്ത് തന്നെ പൊക്കോളും. നമുക്കിത് വെച്ചിട്ട് നോക്കാം. ഇത് കണ്ടോ, ഇത് ലേസ് സ്റ്റിച്ച് ചെയ്ത് വന്നപ്പോൾ ഇത്രയേ ബാക്കിയുള്ളൂ കേട്ടോ. നമുക്കിത് ഇവിടെ വെച്ച് കട്ട് ചെയ്ത് കളയാം. ഒരു ഇത്രയും ബാക്കി. നമ്മുടെ കയ്യിലുള്ള ലേസ് കഴിഞ്ഞു. ഇനി ലേസൊക്കെ നമുക്ക് വാങ്ങിച്ചിട്ട് വേണം. ഞാനേ ഷോപ്പിലൊക്കെ പോകുമ്പോൾ ഒരുമിച്ച് വാങ്ങിച്ച് വെക്കുന്ന കാരണം തീരുന്നത് ചില സമയത്ത് അറിയാറില്ല. ഇന്ന് ഒപ്പിച്ചു എന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടല്ലോ. നമുക്ക് നൈറ്റിയിൽ, ഫ്രോക്ക് നൈറ്റിയിൽ എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും എങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്ക് ഭംഗി കൂട്ടാൻ പറ്റും. ഇത് നമ്മളുടെ കയ്യിലിരിക്കണം, നമ്മുടെ ഐഡിയ ആണ്. അപ്പോൾ കുറച്ച് നൈറ്റ് തുണികളും അതുമാതിരി കുറച്ച് ഐഡിയകളും ഉണ്ടെങ്കിൽ നമ്മളുടെ ജീവിതം കളർഫുള്ളാക്കാം അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി ഇതിൻ്റെ ലാസ്റ്റ് നമ്മൾ ഫൈനൽ ലുക്ക് എങ്ങനെ ഉണ്ടെന്ന് ഞാൻ ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇടാം. ഇതിൻ്റെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്ത് ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരുടെ അഭിപ്രായം ഒന്ന് അറിയിക്കുക കമൻറ്റിലൂടെ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. താങ്ക് യു. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. അടുത്തതും കൂടി എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതിൻ്റെയും ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. എല്ലാവർക്കും ഏതാണ് കൂടുതൽ ഇഷ്ടമായെന്നൊന്ന് അറിയിക്കണേ. എനിക്ക് ഈ കളറാണ് ഇഷ്ടമായത്, ഒരു കാപ്പിപ്പൊടി കളറാണിത്. എനിക്കിതാണ് കൂടുതൽ ഇഷ്ടമായത്. അപ്പോൾ എല്ലാവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.